വെൽക്കം ടു ഫിസിക്സ് സെർച്ച്. റിസർച്ച് മെത്തഡോളജിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ചാണ് ഈ ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിസർച്ചിനുള്ളത്. ഒന്നാമത്തത് ഇംപിരിക്കൽ. റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ ബൈ ദ റിസർച്ചർ. റിസർച്ചറിൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസും റിസർച്ചറിൻ്റെ ഒബ്സർവേഷനുമാണ് റിസർച്ചിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇംപിരിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ലോജിക്കൽ, അതായത് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ വാലിഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾ. വാലിഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസുമാണ് റിസർച്ചിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ലോജിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് ഈസ് സൈക്ലിക്കൽ. റിസർച്ച് ഈസ് എ സൈക്ലിക്കൽ പ്രോസസ് ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ പ്രോബ്ലം ആൻഡ് എൻഡ്സ് വിത്ത് എ പ്രോബ്ലം. അതായത് ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിലാണ്, എൻഡ് ചെയ്യുന്നത് വേറൊരു പ്രോബ്ലത്തിലാണ്. സോ അതുകൊണ്ട് ഇറ്റ്സ് എ സൈക്ലിക്കൽ പ്രോസസ്. ഫോർത്ത് വൺ, അനലിറ്റിക്കൽ പ്രോസസ്. അനലിറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ നാലാമത്തെയാണ് അനലിറ്റിക്കൽ. അനലിറ്റിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. റിസർച്ച് യൂട്ടിലൈസസ് പ്രൂവൻ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇൻ ഗ്യാതറിംഗ് ദ ഡേറ്റ വെദർ ഹിസ്റ്റോറിക്കൽ, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പെരിമെൻ്റൽ ആൻഡ് കേസ് സ്റ്റഡി. അതായത് ഹിസ്റ്റോറിക്കലായിട്ടും ഡിസ്ക്രിപ്റ്റീവായിട്ടും എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആയിട്ടൊക്കെ കിട്ടുന്ന ഡേറ്റാസാണ് നമ്മൾ റിസർച്ചിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഹിസ്റ്റോറിക്കൽ, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പെരിമെൻ്റൽ, കേസ് സ്റ്റഡിയിൽ അതിലൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഡേറ്റാസ് എങ്ങനെയാണെന്ന് നോക്കാം. ഹിസ്റ്റോറിക്കൽ മീൻസ് ആ ടേമിൽ തന്നെ ഉണ്ട് എന്താണ്, ഡേറ്റ ഒരു പാസ്റ്റ് സ്റ്റഡിയിൽ നിന്ന് എടുക്കുന്ന ഡേറ്റാസ്, ദാറ്റ് ഈസ് ഡേറ്റ ഗ്യാതേർഡ് ഫ്രം ദ പാസ്റ്റ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് മീൻസ് പ്രസൻറ്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തുള്ള ഒരു ഫോക്കസ് ഓഫ് സ്റ്റഡിയാണ്. ഇനി എക്സ്പെരിമെൻ്റൽ, ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റഡി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ മൂന്നിനെയും ഫോക്കസ് ചെയ്യും, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇതാണ് അനലിറ്റിക്കലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അഞ്ചാമത്തത് ക്രിട്ടിക്കൽ. റിസർച്ച് എക്സിബിറ്റ്സ് കെയർഫുൾ ആൻഡ് പ്രിസൈസ് ജഡ്ജ്മെൻറ്റ്. ഒരു കെയർഫുൾ അതുപോലെ തന്നെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും ക്രിട്ടിക്കൽ എന്ന ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ആഡ് ചെയ്യുന്നത്. സിക്സ്ത് ഈസ് മെത്തോഡിക്കൽ. ദാറ്റ് മീൻസ് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ഇൻ എ മെത്തോഡിക്കൽ മാനർ വിത്തൗട്ട് ബയാസ് യൂസിങ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു ബയാസ് ഒന്നും കൂടാതെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡും സിസ്റ്റമാറ്റിക് പ്രൊസീജിയറൊക്കെ യൂസ് ചെയ്ത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് റിസർച്ചിൻ്റെ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആയത് മെത്തോഡിക്കൽ എന്ന് പറയുന്നത്. ഇനി സെവൻത്ത് വൺ ആണ് replicability. That is, research design and procedures are replicated or repeated to enable the researcher to arrive at valid and conclusive result. ഒരു വാലിഡ് അല്ലെങ്കിൽ ഒരു കൺക്ലൂസീവ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യണം, എക്സ്പെരിമെൻ്റ് പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അതാണ് ഈ റിപ്ലിക്കബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ്. സോ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. എംപിരിക്കൽ, ലോജിക്കൽ, സൈക്ലിക്കൽ, അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ, മെത്തോഡിക്കൽ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റെപ്ലിക്കബിലിറ്റി. സോ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.